ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഭൂമിയുടെ ഘടനയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. LDCക്കും അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഭൂമിയുടെ ഘടന, ഇതിന്റെ നോട്ട്സ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും കാണുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ മൂന്നായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. അതായത് ഭൂമിയുടെ ഉള്ളറകളാണ്, ആന്തരിക ഘടനയാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം എന്നാണ് അറിയപ്പെടുന്നത്. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ആണ്. അതായത് 0 കിലോമീറ്റർ മുതൽ, അതായത് നമ്മുടെ ഭൗമോപരിതലം മുതൽ താഴോട്ട് 40 കിലോമീറ്റർ വരെ ആഴത്തിലുള്ള ഭാഗത്തെയാണ് ഭൂവൽക്കം അഥവാ എന്ത് പറയുന്നത്, നമ്മുടെ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഭൂവൽക്കത്തിന് തൊട്ട് താഴെ 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ 2900 കിലോമീറ്റർ വരെയുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്ത് വിളിക്കും, മാൻഡിൽ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് മാൻഡിലിനകത്ത് കാണപ്പെടുന്നതാണ് കാമ്പ്. 2 കാമ്പുണ്ട്, ഒരു പുറക്കാമ്പും ഉണ്ട്, പിന്നെ ഒരു അകക്കാമ്പും ഉണ്ട്. ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്, അകക്കാമ്പാണ്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഭൂമിയുടെ ഘടന പറയുമ്പോൾ എത്ര പാളികളാണുള്ളത്? മൊത്തം 3 പാളികളാണുള്ളത്. ഒന്നാമത്തത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ആണ്. 0 മുതൽ 40 കിലോമീറ്റർ വരെയുള്ള ആഴമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പിന്നെ അത് കഴിഞ്ഞ് 40 മുതൽ 2900 കിലോമീറ്റർ വരെയുള്ള ആ ഒരു ദൂരത്തിനെ മാൻഡിൽ എന്ന് വിളിക്കും. ദെൻ മാൻഡിൽ കഴിഞ്ഞാൽ അടുത്ത ഉള്ളതാണ് ഏത്, കാമ്പ്. ഓക്കെ, ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ഒന്നാമത്തത് ഭൂവൽക്കം. നമ്മൾ പറഞ്ഞു, ഏകദേശം ഭൗമോപരിതലത്തില് മുതൽ 40 കിലോമീറ്റർ ആഴം വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഭൂമിയിലെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഈ ഭൂവൽക്കം ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്. അപ്പോ ശിലകളുടെയും ധാതുക്കളുടെയും കലവറയായ ഭൂമിയുടെ പാളി ഏതാണ്? ഏറ്റവും പുറമെയുള്ള പാളിയായ ഭൂവൽക്കമാണ്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ്, അതായത് ഏറ്റവും കനം കുറഞ്ഞ ഭൂമിയുടെ പുറന്തോടാണ് ഭൂവൽക്കം. ഇനി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നതാണ് സിയാലും സീമയും. എന്താണ് സിയാലും സീമയും? സിയാൽ എന്നാല് വൻകര ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സിയാൽ എന്നും സീമ എന്നും. ഒന്ന്, ഭൂവൽക്കത്തില് വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ടാണ് സിയാല്. ഈ സിയാല് സിലിക്കോണും അലുമിനിയം കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് സിയാൽ. എന്താണ്? സിലിക്കൺ അലുമിനിയം കൂടി ചേർന്നിട്ടുള്ളതാണ് സിയാല്. സിയാൽ എന്നാല് വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ടാണ് ഭൂവൽക്കത്തില് സിയാല്. ഇനി സിമ എന്നാൽ മഗ്നീഷ്യം കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? കടൽ ഭാഗത്താണ്, അല്ലെ? അപ്പോ സമുദ്ര ഭൂവൽക്കമാണ് സിമ എന്നറിയപ്പെടുന്നത്. സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന കടൽ തറയാണ് സിമ എന്നറിയപ്പെടുന്നത്. സിമ മീൻസ് സിലിക്കണും മഗ്നീഷ്യവും ചേർന്നിട്ടുള്ളതാണ് സിമ. അപ്പൊ മറക്കരുത്, സിയാൽ എന്നാല് വൻകര ഭൂവൽക്കമാണ്. അലുമിനിയം കൂടുതലും കരയിൽ കാണപ്പെടുന്നു എന്ന് പഠിച്ചാല് വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ടാണ് സിയാല്. സിയാലിന് തൊട്ടു താഴെ കാണപ്പെടുന്ന കടൽത്തറ ഭാഗമാണ് സിമ. സിമ എന്നാൽ സിലിക്കണും മഗ്നീഷ്യവും ചേർന്നിട്ടുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഭൂവൽക്കം ഓക്കെ ആണല്ലോ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മാൻഡിലാണ്. മാൻഡിലിന്റെ ഏകദേശ ആഴം നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടു. ഏതാണ് മാൻഡില്? ഈ ഒരു ചുമപ്പ് കളറില് ഇത്രയും ഭാഗമുണ്ട്. 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെയുള്ളതാണ് മാൻഡിൽ എന്നത്. സോ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് മാൻഡില്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗവും മാൻഡിലാണ്. ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പ്
എന്തെന്നറിയപ്പെടുന്നു? മൊഹറോവിസിക് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് പിക്ചർ വെച്ചിട്ട് പഠിക്കാം. ആദ്യം ഏതാണ്? മൊഹറോവിസിക് വിച്ഛിന്നതയാണ്. മൊഹറോവിസിക് വിച്ഛിന്നത അതായത് ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും ഈ ഒരു അതിർവരമ്പില്ലേ ഈ കാണുന്നത്, ചിത്രത്തിൽ കാണുന്ന ഈ ഒരു അതിർവരമ്പ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് വിളിക്കുന്നത്. ഇനി മാൻഡിലിന്റെയും അകക്കാമ്പിന്റെയും ഈ ഒരു ഭാഗം, മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഇത് തിരിഞ്ഞു പോകരുത്. ഓക്കെ ആണല്ലോ? ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പ് മൊഹറോവിസിക് വിച്ഛിന്നത, മാൻഡിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഇനി മാൻഡിലിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉപരിമാൻഡിലും അധോമാൻഡിലും. ഉപരിമാൻഡിൽ എന്നാല് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് ഉപരിമാൻഡിൽ. ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഏത്? ഉപരിമാൻഡില്. ഇനി ഉപരിമാൻഡിലിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന അധോമാൻഡിലില് പദാർത്ഥങ്ങള് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ദ്രവാവസ്ഥയിലല്ല, അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് കാമ്പാണ്. കാമ്പാണ് ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, അതായത് ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് എന്നറിയപ്പെടുന്നത്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ, അതായത് നമ്മുടെ ഭൂമിയുടെ ഏകദേശം ആരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയുള്ള ആ ഒരു ആഴത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാമ്പ് എന്ന് വിളിക്കുന്നത്. ഈ കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? നിക്കലും ഇരുമ്പും, രണ്ട് ധാതുക്കൾ യൂസ് ചെയ്തിട്ടാണ്. നിക്കലും ഇരുമ്പ് എന്നീ ധാതുക്കളുടെ നിർമ്മിച്ചിട്ടുള്ളതാണ് കാമ്പ്. ഈ കാമ്പ് നിഫെ എന്നറിയപ്പെടും. കാരണം നിക്കലും ഫെറോം യൂസ് ചെയ്തിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നിക്കലും ഇരുമ്പും. ഓക്കെ. ഇനി കാമ്പും രണ്ടെണ്ണം ഉണ്ട്. കാമ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഔട്ടർ കോറും, അതായത് പുറക്കാമ്പും, പിന്നെ അകക്കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഏകദേശ ആഴം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ മുതൽ 5050 കിലോമീറ്റർ വരെയാണ്. ഇനി അകക്കാമ്പ്, ഇന്നർ കോറാണ് ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ കേന്ദ്ര ഭാഗം കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ്? ഉയർന്ന മർദ്ദം മൂലമാണ് അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഏകദേശ ആഴം എത്രയാണ്? 5150 മുതൽ 6370 കിലോമീറ്റർ വരെയാണ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. എന്താണ് ശിലാമണ്ഡലം? മാൻഡിലിന്റെ ഉപരിഭാഗവും, നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും? ഇതാണ് ഭൂമിയുടെ ക്രസ്റ്റ്, ഭൂവൽക്കം. ഭൂവൽക്കത്തിനും 40 കിലോമീറ്ററിന് താഴെയായിട്ടാണ് മാൻഡിലുള്ളത്. മാൻഡിലിന്റെ ഉപരിഭാഗവും ഈ ഭൂവൽക്കവും ചേർന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇത് സ്ഥലമണ്ഡലമെന്നും പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ അർദ്ധദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ ലാവ സ്രോതസ്സും ഈ അസ്തനോസ്ഫിയർ ആണ്. അപ്പൊ നമുക്കറിയാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ ശിലാപദാർത്ഥങ്ങൾ പുറത്തു വരും. ഇത് എവിടെ നിന്നാണ്? ഈ അസ്തനോസ്ഫിയറിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഓക്കെ ആണല്ലോ? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവങ്ങൾ എവിടെ നിന്നാണ്? അസ്തനോസ്ഫിയറിൽ നിന്നാണ്. അസ്തനോ എന്നാൽ അതിന്റെ അർത്ഥം ദുർബലം എന്നാണ്. ഏകദേശം 400 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഏത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് ഏത്? അസ്തനോസ്ഫിയർ. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്താണ് അറിയേണ്ടത്? എന്താണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ? മാൻഡിലിന്റെ ഉപരിഭാഗവും
ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഇത് പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇത് ഏകദേശം 400 കിലോമീറ്ററോളം ഉണ്ട്. അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഫോടനം ഉണ്ടാവുമ്പോൾ അവിടെ അർദ്ധദ്രാവകാവസ്ഥയിൽ ഒരു സംഭവം പുറത്തു വരുന്നുണ്ട്, പ്ലാസ്മ പുറത്തു വരുന്നുണ്ട്, മാഗ്മ പുറത്തു വരുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? അസ്തനോസ്ഫിയറിൽ നിന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഇത് റിലേറ്റ് ചെയ്തിട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രം വരെയുള്ള ഏകദേശ ദൂരം എത്രയാണ്? അതായത് നമ്മുടെ ഭൂമി ഇങ്ങനെയുണ്ട്. ഈ ഭൂമിയുടെ ഭൗമ ഉപരിതലത്തിൽ നിന്നും നമ്മൾ ഭൂകേന്ദ്രത്തിലേക്ക് ഒരു വര വരച്ചാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്? ഇതാണ് പോയിന്റ് എങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 6378 കിലോമീറ്റർ ആണ്. ഭൂകേന്ദ്രം എന്താണ്? കാമ്പാണ്, അകക്കാമ്പ്. ഈ അകക്കാമ്പിന്റെ സെന്റർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 6378 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ്? ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉന്നത താപവും മർദ്ദവും ഉള്ളത് കൊണ്ട് തന്നെ കേന്ദ്രഭാഗത്തിലെ വസ്തുക്കള് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്രയാണ്? 40,000 കിലോമീറ്റർ ആണ്. എത്രയാണ്? 40,000 കിലോമീറ്റർ. ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന വിവിധ തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഭൂമിയുടെ വ്യത്യസ്ത പാളികളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിവ. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഏത്? ഓക്സിബോക്സ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒത്തിരി വിഷവാതകങ്ങൾ വമിക്കും. ഇത് രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഏത്? ഓക്സിബോക്സ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കം. ഭൂവൽക്കത്തിന്റെ കനം 50 കിലോമീറ്റർ എന്നാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് ഏകദേശം 40-50 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തിന്റെ പ്രധാന 2 ഭാഗങ്ങളാണ് ഏതൊക്കെ? സിയാലും സിമയും. സിയാൽ എന്നാൽ വൻകര ഭാഗവും സിമ എന്നാൽ സമുദ്രഭാഗവുമാണ്. ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത ഡെൻസിറ്റി എത്രയാണ്? 3 ആണ് ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലുമിനിയം. ഇനി എന്താണ് മൊഹറോവിസിക് വജ്നത? ഭൂവൽക്കത്തിന്റെ അതിർവരമ്പ് എന്നറിയപ്പെടുന്നത്. അതായത് ഭൂവൽക്കവും മാന്റിലും തമ്മിലുള്ള അതിർവരമ്പാണ് ഏത്? മൊഹറോവിസിക് വിച്ഛിന്നത. ഭൂഖണ്ഡങ്ങളുടെ മുകൾ ഭാഗം അറിയപ്പെടുന്നത് സിയാലാണ്. സിയാലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ അലുമിനിയവും സിലിക്കണുമാണ്. സിയാലിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഏത്? സിമ. സിമ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കണും മഗ്നീഷ്യവും കൂട്ടിയിട്ടാണ്. ഏറ്റവും കനം കൂടിയ പാളി ഏതാണ്? മാന്റിലാണ്. ഇനി മാന്റിലിന്റെ അതിർവരമ്പ് എന്നറിയപ്പെടുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അതായത് മാന്റിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. ഈ ഗുട്ടൻബർഗ് വിച്ഛിന്നതയുടെ ശരാശരി ഊഷ്മാവ്, ഏകദേശ ഊഷ്മാവ് എന്ന് പറയുന്നത് 2200 ഡിഗ്രിയാണ്. ഭൂകേന്ദ്രത്തിൽ 5000 ഡിഗ്രി. ഗുട്ടൻബർഗ് വിച്ഛിന്നതയിലെ ഏകദേശ ഊഷ്മാവ് 2200 ഡിഗ്രിയാണ്. മാന്റിൽ എപ്പോഴും കാണപ്പെടുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അകക്കാമ്പിനകത്ത് കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ഇരുമ്പിന്റെയും നിക്കലിന്റെയും മിശ്രിതമായ അകക്കാമ്പ് അറിയപ്പെടുന്നത് എന്തെന്നാണ്? നിഫെ എന്നാണ്. നിക്കല്, ഫെറം. അകക്കാമ്പിന്റെ ഉപരിഭാഗം അറിയപ്പെടുന്നത് ബാഹ്യ അകക്കാമ്പ് എന്നാണ്. മാന്റിലിന് തൊട്ടു താഴെയുള്ള മണ്ഡലം ഏതാണ്? അത് അകക്കാമ്പാണ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ഗുട്ടൻബർഗ് വിച്ഛിന്നതയും മൊഹറോവിസ് വിച്ഛിന്നതയും തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? ടെൻഷൻ ഇല്ലാതെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.